നമസ്കാരം, ഞാൻ ലക്ഷ്മി. പണ്ടൊക്കെ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും ഒക്കെ കൂടുതലും പാചകത്തിന് ഉപയോഗിച്ചിരുന്നത് മൺപാത്രങ്ങളും അതുപോലെ തന്നെ ഇരുമ്പ് പാത്രങ്ങളായിരുന്നു. അപ്പോൾ കാലം മാറുന്നതിനനുസരിച്ച് പാത്രങ്ങളും മാറി. ഇപ്പോൾ പക്ഷേ ആൾക്കാർ കൂടുതലും മൺപാത്രങ്ങൾ അല്ലെങ്കിൽ ഇരുമ്പ് പാത്രങ്ങളൊക്കെ വാങ്ങാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇരുമ്പ് പാത്രങ്ങൾ വാങ്ങാൻ നമ്മളൊരു കടയിൽ പോയാൽ നമുക്ക് കൺഫ്യൂഷനാണ്. പലതരത്തിലുള്ള ഇരുമ്പ് പാത്രങ്ങളുണ്ട്. അപ്പോൾ അതിലേത് വാങ്ങണം, അല്ലെങ്കിൽ ഇത് വാങ്ങിച്ചു കൊടുന്നാൽ വീട്ടിൽ കൊടുന്നാൽ അത് തുരുമ്പ് പിടിക്കില്ലേ, എങ്ങനെയാണ് അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണത് കഴുകി മയക്കിയൊക്കെ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു. ഉന്നപ്പച്ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കടായിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നല്ല വെയിറ്റാണ്. അതെന്താണെങ്കിൽ നമ്മൾ ഒരു മോൾഡിൽ ഈ ഇരുമ്പ് ഉരുക്കി ഒഴിക്കുന്നതാണ്. അപ്പം അത് കുറച്ച് വെയിറ്റ് ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ വെയിറ്റ് ആയിട്ടുള്ളതാണ് കാസ്റ്റ് അയൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വെയിറ്റിനനുസരിച്ചായിരിക്കും നമുക്കതിൻ്റെ റേറ്റ് വരുന്നത്. പ്യുവർ അയൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കൂടുതലും കടകളിൽ നമ്മൾ ചെല്ലുമ്പോൾ അവർ ഫസ്റ്റ് എടുത്ത് തരുന്നത് പ്യുവർ അയൺ ആണ്. അതായത് വെയിറ്റ് ഇല്ല, അധികം വെയിറ്റ് ഉണ്ടാവില്ല. സാധാരണ ഇരുമ്പ് ഷീറ്റ് അടിച്ച് പരത്തിയിട്ടാണ് അങ്ങനത്തെ പാത്രങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ച് പരത്തി ഉണ്ടാക്കുന്ന പാത്രങ്ങൾ തീരെ വെയിറ്റ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ റേറ്റും വളരെ കുറവായിരിക്കും. പിന്നെ നമുക്ക് അധികം മയക്കി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും തിരക്കായതുകൊണ്ട് മയക്കി എടുക്കാനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആൾക്കാർ കൂടുതലും പ്യുവർ അയണാണ് വാങ്ങുക. അപ്പോൾ നമ്മൾ ദോശക്കല്ല് അതുപോലെയുള്ളതൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഏതായാലും കുഴപ്പമില്ല, രണ്ടിൻ്റെയും ഗുണങ്ങൾ ഒരുപോലെയാണ്. പക്ഷെ നമ്മൾ കടായി ഒക്കെ വാങ്ങുമ്പോൾ എപ്പോഴും കാസ്റ്റ് അയൺ വാങ്ങുന്നതാണ് നല്ലത്. കാസ്റ്റ് അയൺ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ളത്. കാസ്റ്റ് അയണിൽ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ പാചകം ചെയ്യുന്ന ഭക്ഷണം അതിലുള്ള അയണിനെ വലിച്ചെടുത്ത് നമ്മളത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അയൺ എത്തും. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു പ്രാവശ്യം ഇതുപോലെ ഈ കാസ്റ്റ് അയണിൽ എന്തെങ്കിലും ഉപ്പേരിയോ എന്തെങ്കിലും വെച്ച് കഴിക്കുകയാണെങ്കിൽ ആ ആഴ്ചയ്ക്ക് നമ്മുടെ ആവശ്യമുള്ള ശരീരത്തിന് ആവശ്യമുള്ള അയൺ നമ്മുടെ ശരീരത്തിൽ എത്തുന്നതാണ് പറയുന്നത്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് പാടാണ് കാസ്റ്റ് അയൺ. മറ്റേ പ്യുവർ അയൺ ആണെങ്കിൽ വളരെ എളുപ്പമാണ് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ സീസൺ ചെയ്യാനും. അപ്പോൾ ഇതിപ്പോൾ അറിയുന്നവർക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തോന്നാം. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. മയക്കി എടുക്കാനായിട്ട് പലതരം രീതികളുണ്ട്. കാസ്റ്റ് അയൺ മയക്കി എടുക്കാനായിട്ട് പലതരം രീതികളുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കുഴപ്പമില്ലാന്ന് തോന്നിയ ഒരു രീതിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യൂ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതൊക്കെയാണ് എൻ്റെ ഇരുമ്പ് പാത്രങ്ങൾ. ഇതിപ്പോൾ ഞാനൊരു 2 വർഷമായിട്ടുണ്ട് ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഞാൻ ദോശക്കല്ലാണ് വാങ്ങിച്ചത്. ബാക്കിയെല്ലാം ഞാൻ മുമ്പേ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചപ്പാത്തി തട്ടാണ്. ഇത് അത്ര കട്ടിയുള്ള പാനല്ല, കണ്ടില്ലേ, ഇരുമ്പിൻ്റെ ഷീറ്റ് കൊണ്ടാണ് ഇവർ ഉണ്ടാക്കിക്കുന്നത്. നമ്മൾ സാധാരണ കാണാറുള്ള അത്ര കട്ടിയില്ല ഈ പാനിന്. വെയിറ്റ് ഉണ്ട് അത്യാവശ്യം, എന്നാലും നമ്മൾ കാണുമ്പോൾ ഇത് ഇരുമ്പല്ല എന്ന് വിചാരിക്കും. പക്ഷെ ഇത് തുരുമ്പ് പിടിക്കാറൊക്കെ ഉണ്ട്. ഇത് എനിക്ക് വാങ്ങിച്ചിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം അവർ പറഞ്ഞത് വെറുതെ കഴുകി നന്നായിട്ട് സോപ്പിട്ട് കഴുകണം ആദ്യം വാങ്ങിച്ചിട്ട്. അതിന് ശേഷം ഞാൻ വെറുതെ കുറച്ച് ഒണിയൻ ഇട്ടിട്ട്, അതായത് സവാള ഇട്ടിട്ട് ആദ്യം ഒന്ന് നന്നായി എണ്ണയിൽ വഴറ്റി അത് കളഞ്ഞു. പിന്നെ നമ്മൾ സാധാരണമാതിരി യൂസ് ചെയ്യാം. പക്ഷേ ഇരുമ്പ് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെങ്കിൽ അത് നമ്മൾ വെള്ളം തൊട്ട് വെക്കരുത് ഒരിക്കലും. അതായത് നമ്മൾ കഴുകാനായിട്ട് പാനിൽ എടുത്ത് വെക്കരുത് വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ അത് പിടിച്ചു പോകും. അപ്പോൾ എപ്പോഴും നമ്മൾ പാൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കഴുകി സൂക്ഷിച്ചു വെക്കണം. അതാണ് ഇരുമ്പ് പാത്രങ്ങളുടെ ഒരു പ്രശ്നമുള്ളത്. മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത്തിരി പാടാണ്. കാരണം നമ്മൾ ചിലപ്പോൾ മടിയായിട്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴുകാമെന്ന് വിചാരിച്ച് വെക്കും. കഴുകാനായിട്ട് എടുത്ത് വെച്ചാലും കുഴപ്പമില്ല. പക്ഷെ അതിൽ വെള്ളം ഒഴിച്ച് മാറ്റി വെക്കരുത്. വെള്ളം ഒഴിച്ചാൽ അപ്പോൾ അത് തുരുമ്പ് പിടിക്കും. അപ്പോൾ വെള്ളവും ഇരുമ്പും ശരിക്കും ശത്രുക്കളാണ്. വെള്ളം കണ്ടാൽ അപ്പോൾ ഈ ഇരുമ്പ് പാത്രങ്ങൾ തുരുമ്പ് പിടിക്കും. നമ്മുടെ സാധാരണ ഒരു ചീനിച്ചട്ടി മരത്തെയാണ്. ഇത് നല്ല ശരിക്കുള്ള ഇരുമ്പ് തന്നെയാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിപ്പോൾ 2 കൊല്ലമായി വാങ്ങിച്ചിട്ട്. ഇത് നമ്മളെപ്പോഴും ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തോന്നുന്നുണ്ടാവും എന്താണ് ഇങ്ങനെ എണ്ണാന്ന്. അപ്പോൾ എപ്പോഴും നമ്മുടെ ഇരുമ്പ് പാത്രങ്ങളിൽ എപ്പോഴും ഇതുപോലെ ഓയിൽ കോട്ടിങ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് തുരുമ്പ് പിടിക്കാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ അത് നന്നായിട്ട് തുരുമ്പ് പിടിക്കും. ഇതിപ്പോൾ ഞാൻ എപ്പോഴും ഒന്നും ഇങ്ങനെ എണ്ണ തേക്കേണ്ട ആവശ്യം വരാറില്ല. ഇതിപ്പോൾ നന്നായി പഴകി. പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ ഹീമോഗ്ലോബിൻ ശരീരത്തിൽ നന്നായിട്ട് വേണം. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഇതുപോലെയുള്ള പാത്രങ്ങളിൽ നമ്മൾ ഉപ്പേരിയോ
ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഒരാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഉപ്പേരി വെച്ച് ഇങ്ങനത്തെ പാത്രങ്ങളിൽ വെച്ച് കഴിച്ചാൽ മതി. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഇരുമ്പ് നമുക്കതിൽ നിന്ന് കിട്ടുമെന്നാണ് പറയുന്നത്. പിന്നെ ചീര പോലെയുള്ള സാധനങ്ങൾ, അതായത് ചീരയിലൊക്കെ ഇരുമ്പിൻ്റെ അളവ് ഒരുപാട് കൂടുതലാണ്. അപ്പം അങ്ങനെ ഇരുമ്പിൻ്റെ അളവ് കൂടുതലുള്ള സാധനങ്ങൾ നമ്മൾ ഇതുപോലെയുള്ള ഇരുമ്പ് പാത്രങ്ങളിൽ വെച്ച് കഴിക്കുമ്പോൾ നമുക്കത് ശരീരത്തിൽ പെട്ടെന്ന് അത് ആഗിരണം ചെയ്യും, ആ ഇരുമ്പ്. അങ്ങനെയാണ് പറയുന്നത്. അപ്പം പിന്നെ ഇതിൽ കുക്ക് ചെയ്താൽ അപ്പോൾ തന്നെ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിൽ തന്നെ എടുത്ത് വെക്കരുത്. അപ്പോൾ ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ അത് നല്ല കറുപ്പായിട്ട് വരും. പിന്നെ ഇങ്ങനത്തെ ഒക്കെ പാത്രങ്ങൾ ആദ്യം കുറച്ച് നാളത്തേക്ക് സോപ്പിട്ട് കഴുകാണ്ടിരിക്കുകയാണ് നല്ലത്. നമ്മൾ സാധാരണ കുറച്ച് പൊടിയുപ്പ്, ഉപ്പും വെള്ളവും ഒഴിച്ച് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം അത് നന്നായിട്ട് കഴുകി കളയുക. അപ്പോൾ ഇതിലുള്ള ജലാംശം, എണ്ണമയമൊക്കെ ഒന്ന് പോയി കിട്ടും. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ കഴുകി നന്നായി തുടച്ചെടുത്ത് വെക്കണം. നന്നായിട്ട് ഒരു തുണിയോ ടിഷ്യോ വെച്ചിട്ട് നന്നായിട്ട് തുടയ്ക്കുക. അല്ലെങ്കിൽ കഴുകി കഴിഞ്ഞാൽ അപ്പം തന്നെ ഗ്യാസിൽ വെച്ച് നന്നായി ചൂടാക്കി അതിൻ്റെ ജലാംശം കംപ്ലീറ്റ് കളഞ്ഞതിന് ശേഷം ഓഫ് ചെയ്തിട്ട് അതിലേക്ക് ഇതുപോലെ എണ്ണ പരത്തി വയ്ക്കുക. അപ്പോൾ അത് തുരുമ്പ് പിടിക്കില്ല. അപ്പോൾ നമ്മൾ ഇരുമ്പ് പാത്രങ്ങളൊക്കെ പഴകും തോറുമാണ് അതിന് ഇത് ഗുണം കൂടുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ തോന്നാറുണ്ട്. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം കഴുകി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തുരുമ്പ് പിടിക്കും. അപ്പോൾ നമ്മൾ ചൂടാക്കി എണ്ണ തേച്ച് വെക്കണം. ഇപ്പോൾ പക്ഷേ അങ്ങനെ എനിക്ക് കുഴപ്പം വരാറില്ല. വല്ലപ്പോഴും മാത്രമേ ഇതുപോലെ എണ്ണ തേച്ച് വെക്കേണ്ട ആവശ്യം വരാറുള്ളൂ. ഇനി അടുത്തത് എൻ്റെ കയ്യിലുള്ളത് ഇങ്ങനത്തെ ഒരു പാനാണ്. നമ്മുടെ സാധാരണ ഫ്രൈങ് പാൻ പോലത്തെ. ഇതും ഇരുമ്പിൻ്റെ ഷീറ്റാണ്. അപ്പോൾ വെയിറ്റ് ഉണ്ട്, എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വെയിറ്റ് ഇല്ല. ഇതിനാണ് ഏറ്റവും വെയിറ്റ്. ഇത് ശരിക്കുള്ള ഇരുമ്പിൻ്റെ ഒരു ഇതായതുകൊണ്ട് ഇത് നല്ല വെയിറ്റാണ്. അപ്പോൾ ഈ പാനും എനിക്ക് അത്ര വെയിറ്റ് തോന്നിയിട്ടില്ല. അതൊരു ഇരുമ്പിൻ്റെ ഷീറ്റാണ്, പക്ഷെ ഇത് തുരുമ്പൊക്കെ പിടിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പാത്രങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ആസിഡിക് ഫുഡ്, അതായത് ഇതിലൊക്കെ നമ്മൾ തക്കാളി അതുപോലെ തൈര് അതൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. അപ്പോൾ അത് പെട്ടെന്ന് കളറും മാറും, അതുപോലെ തുരുമ്പും പിടിക്കും. നമ്മൾ സീസൺ ചെയ്തതൊക്കെ പോവും. അപ്പോൾ തൈര് അതുപോലെ തക്കാളി ഒന്നും ഇങ്ങനത്തെ പാത്രങ്ങളിൽ ഉപയോഗിക്കാതിരിക്കുകയാണ് നല്ലത്. അപ്പോൾ ഈ അയൺ പാൻ എങ്ങനെയാണ് സീസൺ ചെയ്തെടുക്കാൻ നോക്കാം. ഇതിപ്പോൾ ഞാൻ കാസ്റ്റ് അയണാണ് സീസൺ ചെയ്ത് കാണിക്കുന്നത്. അതായത് നല്ല കട്ടിയുള്ള ദോശത്തട്ടാണ്. അപ്പോൾ സാധാരണ കട്ടിയില്ലാത്ത ദോശത്തട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ആണെങ്കിൽ നമ്മളിങ്ങനെ സീസൺ ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ എണ്ണ തേച്ച് ഒന്ന് ഉള്ളിയിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി, കഴുകിയെടുത്തതിന് ശേഷം. ഇങ്ങനത്തെ കട്ടിയുള്ളതാകുമ്പോൾ കുറച്ച് പ്രോസസ്സുകളുണ്ട്. അപ്പോൾ അതാണ് ഞാൻ കാണിക്കണത്. അപ്പോൾ ഇത് ആദ്യം നമ്മൾ വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ഇങ്ങനെ കൈ കൊണ്ട് നോക്കിയാൽ കാണാം നന്നായിട്ട് കയ്യിൽ കാർബൺ ആവുന്നത്. അപ്പോൾ അത് ഒരു കാർബൺ പുരട്ടിയിട്ടാണ് വെക്കുക, തുരുമ്പ് പിടിക്കാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് കഴുകിയെടുക്കണം. ഇതിലത്തെ കാർബണൊക്കെ നന്നായിട്ട് കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ മുമ്പിൽ എന്ത് ചെയ്യുന്നോ അതൊക്കെ നമ്മുടെ ഈ ദോശത്തട്ടിൻ്റെ ബാക്കിലും ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമുക്കിത് നന്നായി ഉരച്ച് കഴുകിയെടുക്കാം, സാധാരണ പാത്രം കഴുകുന്ന പോലെ. അപ്പോൾ സ്ക്രബ് വെച്ചിട്ട് നമുക്ക് കഴുകാം. സ്ക്രബ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വയർ സ്ക്രബ് യൂസ് ചെയ്യരുത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ് യൂസ് ചെയ്തിട്ട് വേണം അത് കഴുകിയെടുക്കാൻ. സ്പോഞ്ചോ അങ്ങനത്തെ തുണിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലത്തെ സ്ക്രബാണെങ്കിലാണ് നല്ലത്. അപ്പോൾ ഇതും വെള്ളം കൂടിയിട്ട് ആവശ്യത്തിന് കുറച്ച് ഡിഷ് വാഷും യൂസ് ചെയ്തിട്ട്, നമ്മൾ സാധാരണ ഇത് ഡിഷ് വാഷാണ് പാത്രം കഴുകാൻ യൂസ് ചെയ്യാറ്, അതും യൂസ് ചെയ്ത് ഞാൻ കഴുകിയെടുത്തു. ഇതിപ്പോൾ ഞാൻ 2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു, അതിൻ്റെ കാർബണൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കണം. അതിൻ്റെ ഈർപ്പം മുഴുവൻ നമ്മൾ കളയണം. ഇനി ഇത് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം വേണം നമ്മളിനി സീസൺ ചെയ്യൽ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇത് മുമ്പിൽ തുടച്ചെടുക്കുന്ന പോലെ തന്നെ നമ്മൾ ബാക്കിലും നന്നായിട്ട് തുടച്ചെടുക്കണം. ഞാൻ നന്നായി തുടച്ചെടുത്തു. ഇനി ഇത് സീസൺ ചെയ്യാനായിട്ട് ആദ്യം നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് നല്ലെണ്ണയാണ്. ഇതിലേക്ക് ആവശ്യത്തിന് ഇതിൻ്റെ ഈ പാൻമ ഫുൾ പരട്ടാൻ ആവശ്യമുള്ള നല്ലെണ്ണ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ പൊടിയുപ്പും രണ്ടും കൂടിയാണ് നമ്മളിത് ചേർത്തെടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സർഫസ് ഇപ്പോൾ കുറച്ച് ഹാർഡാവും. അപ്പോൾ അത് നമ്മളൊന്ന് ഉരച്ച് ശരിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നല്ലെണ്ണയും ഉപ്പൊക്കെ ചേർത്ത് ഒന്ന് ഉരച്ചെടുക്കണേ. അപ്പോൾ ആദ്യം നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരച്ചെടുക്കാം. എല്ലായിടത്തും പാനിൻ്റെ ബാക്കിലും സൈഡിലും പിടിയിലും എല്ലായിടത്തും ഇതുപോലെ നന്നായിട്ട് ഉപ്പും എണ്ണയും ചേർത്ത് തേച്ചെടുക്കണം. അപ്പം നല്ലെണ്ണ ചേർക്കാണ് കുറച്ചുകൂടി നല്ലത് വെളിച്ചെണ്ണയെക്കാളും ഒക്കെ. അപ്പോൾ ഇതിന് അളവൊന്നുമില്ല, നമ്മുടെ പാനിൻ്റെ വലിപ്പം അനുസരിച്ച് അതിൻ്റെ എല്ലായിടത്തും എത്തുന്ന വിധത്തിൽ ഇതുപോലെ തേച്ച് എടുക്കാം.
ഇതിപ്പോൾ ഞാനിപ്പോൾ എല്ലായിടത്തും ഏകദേശം തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തേച്ചെടുത്തതിന് ശേഷം നമ്മളിത് ഒരു ദിവസം ഇങ്ങനെ വെക്കണം. അതിന് ശേഷം വേണം അടുത്ത പ്രോസസ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ബാക്കിലും ഫ്രണ്ടിലും സൈഡിലും പിടിയിലും ഒക്കെ തേച്ചിട്ട് ഞാനിത് ഒരു ദിവസം അപ്പോൾ ഇത് വെച്ചു. അപ്പോൾ ഇത് ഒരു ദിവസം കഴിഞ്ഞു. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. ഇനി നമ്മൾ ഇത് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെക്കണം. അപ്പോൾ ഇത് ഞാൻ അത്യാവശ്യം വലിയ പാനാണ്, ഇള്ളയിൽ വെച്ച് ഏറ്റവും വലിയ ദോശപ്പാനാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ള പാത്രങ്ങളിലൊന്നും കൊള്ളില്ല. മുക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത് കഞ്ഞിവെള്ളത്തിൽ. അപ്പോൾ എനിക്ക് മുക്കി വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് മുക്കി വെക്കാൻ പറ്റുന്ന പാനാണെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കഞ്ഞിവെള്ളം ഒഴിക്കുക. അപ്പോൾ കഞ്ഞിവെള്ളം തികയില്ലെങ്കിൽ കുറച്ച് ചെറു ചൂടുവെള്ളം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നന്നായിട്ട് ഈ പാത്രം മുക്കി ഇടുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതെനിക്ക് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് കഞ്ഞിവെള്ളം വെറുതെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും ഒരു ദിവസം നമ്മൾ ഈ കഞ്ഞിവെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ ഇതുപോലെ ഒരു ദിവസം വെക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതൊരു ദിവസം ഞാൻ കംപ്ലീറ്റ് വെച്ചു. ഇനി ഇതുപോലെ കഞ്ഞിവെള്ളം ഇതിന്ന് എടുത്ത് മാറ്റി കഴുകിയെടുക്കണം നമുക്ക് ഈ പാൻ. ഇനി ഇതൊന്ന് കളഞ്ഞ് കഴുകിയെടുത്തിട്ട് ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു പാന്. അപ്പോൾ അതിലത്തെ കഞ്ഞിവെള്ളമൊക്കെ കളഞ്ഞെടുത്തു. ഇനി ഇത് നമുക്ക് ഒരു തുണി വെച്ച് ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം. ഈർപ്പം മാറിക്കിട്ടണം. ഇത് എല്ലാ പ്രാവശ്യവും ഒന്നും ചെയ്യേണ്ട. ആദ്യത്തെ പ്രാവശ്യം വാങ്ങിക്കൊണ്ടുവന്ന് സീസൺ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്താൽ ഇത് എത്ര കാലം വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ചൂടാക്കണം. അപ്പോൾ ഇത് ഫ്രണ്ടിലത്തെ പോലെ തന്നെ ബാക്കിലും നന്നായിട്ട് തുടച്ചു കൊടുക്കണം. ഇനി നന്നായി തുടച്ചെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെക്കാം. പിന്നെ ഇത് നന്നായി ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്ത് ഇനി ഇത് നന്നായി ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ നല്ലെണ്ണ തന്നെയാണ് ഒഴിക്കണേ. ഈ നല്ലെണ്ണ ഒഴിച്ചിട്ട് 2 മെത്തേഡ് ഉണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഉള്ളി വെച്ച് ഇത് നന്നായിട്ട് എല്ലായിടത്തേക്കും പരത്തിയെടുക്കാം. അല്ലെങ്കിൽ ഉള്ളി തന്നെ കുറച്ചൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് വഴറ്റിയെടുക്കാം. അതിൽ ഇത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഉരച്ചെടുക്കുകയാണ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ എണ്ണ ചേർത്തതിന് ശേഷം ഉള്ളി വെച്ച് ഒന്ന് വഴറ്റിയെടുത്താലും മതി, ചെറുതാക്കി അരിഞ്ഞിട്ട്. അപ്പോൾ വഴറ്റിയെടുക്കുമ്പോൾ ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ എല്ലായിടത്തേക്കും ഉള്ളി ഇങ്ങനെ എത്തിച്ച് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഉരച്ചെടുക്കണം. അതിന് ശേഷം ഇനി ഇത് ഓഫ് ചെയ്യണം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഓൺ ചെയ്ത് നമുക്ക് ദോശ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ 1-2 ദോശ എന്തായാലും നമുക്ക് ഒട്ടിപ്പിടിക്കും. അതിന് ശേഷമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള ദോശ കിട്ടും. പിന്നെ ഇതിൽ ഇനി എന്തെങ്കിലും കരിയോ അല്ലെങ്കിൽ അവർ തേച്ച കാർബണിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ 1-2 ദോശ നമ്മൾ കഴിക്കാണ്ടിരിക്കുക തന്നെയാണ് നല്ലത്. പിന്നെ തൊട്ടാണ് നമുക്ക് നല്ലത് കഴിക്കുന്നത്. ദോശ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ ദോശത്തട്ട മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മളിത് വെറുതെ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി. സോപ്പൊന്നും തേക്കണം എന്നില്ല. ആദ്യത്തെ കുറച്ച് ദിവസം സോപ്പ് തേക്കാണ്ടിരിക്കുകയാണ് നല്ലത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എങ്ങാനും നല്ല എണ്ണമയം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കുറച്ച് ഉപ്പും വെള്ളം കൂടി ചേർത്ത് കൈ കൊണ്ടോ അല്ലെങ്കിൽ സ്ക്രബ് കൊണ്ടോ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുത്ത് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ആ വെള്ളം പോകാനായിട്ട് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തുണി കൊണ്ട് തുടച്ചെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലെ ഗ്യാസിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓഫ് ചെയ്തിട്ട് കുറച്ച് എണ്ണ തേച്ച് വയ്ക്കുക. അപ്പോൾ ഈ പാൻ പിന്നെ തുരുമ്പ് പിടിക്കില്ല. അപ്പോൾ പിന്നെ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാം. പിന്നെ യൂസ് ചെയ്യാനായിട്ട് നമുക്കതൊന്ന് ജസ്റ്റ് കഴുകി യൂസ് ചെയ്യാവുന്നതാണ്. കുറേ പേരുടെ ചിലപ്പോൾ പണ്ടത്തെ ദോശക്കല്ലൊക്കെ ഇതുപോലത്തെ ഇരിക്കുന്നുണ്ടാവും ഉപയോഗിക്കാതെ. അപ്പോൾ അങ്ങനത്തെ ദോശക്കല്ലൊക്കെ ഇപ്പോൾ ഉപയോഗിക്കുമെന്ന് തോന്നുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് മയക്കിയെടുത്താൽ മതി. ഈ ചെയ്യുന്ന എല്ലാ പ്രോസസ്സും ഒന്ന് ചെയ്തെടുത്താൽ മതി. നമുക്കതിൽ പണ്ടത്തെ ദോശക്കല്ലാണെങ്കിലും സുഖമായിട്ട് ദോശ ചുട്ടെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും.